നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സ്പീഡും വെലോസിറ്റിയും അതിൻ്റെ വ്യത്യാസങ്ങൾ അതിൻ്റെ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് പിന്നെ കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പിന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസവും അത് എന്താണെന്നൊക്കെ പഠിച്ചു. റോഡാണ്, ഒരു ബൈക്ക് ഉണ്ട്. ഈ ബൈക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഇത് ഏകദേശം ഇതവിടെ മണ്ണാർക്കാട് വിചാരിച്ചോ, അല്ലെങ്കിൽ കണ്ട പാലക്കാട്, ഇത് തൃശ്ശൂർ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം വിചാരിക്കും 80 കിലോമീറ്റർ. അവൻ എത്ര നേരം കൊണ്ട് എത്തുന്നറിയോ? 2 മണിക്കൂർ കൊണ്ട്. എത്രയാ? 2 മണിക്കൂർ. അങ്ങനെയാണ് എങ്കിൽ അവന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അവൻ എത്ര സ്പീഡിൽ പോയിട്ടുണ്ടാവും? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് divided by total time taken. എത്രയാ? സഞ്ചരിച്ച ദൂരം 80 കിലോമീറ്റർ ഡിവൈഡ് ബൈ എത്ര നേരം എടുത്തേ? 2 അവർ. ഇവിടെ യൂണിറ്റും ചേർത്ത് എഴുതുക. എന്താണെന്നറിയോ? എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടാവാനും എൻ്റെ ആൻസർ തെറ്റിപ്പോവാണ്ടിരിക്കാൻ. എത്രയാ? 40 കിലോമീറ്റർ പെർ അവർ. പേപ്പറിലൊന്നും ഇങ്ങനെ എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിലേ ഉണ്ടാകാവുള്ളൂ. യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇത് എഴുതുക, മനസ്സിലുണ്ടാവണം. എത്രയായിരുന്നു യൂണിറ്റ്? കിലോമീറ്റർ. എത്രയായിരുന്നു സമയത്തിന്റെ യൂണിറ്റ്? അവർ. അപ്പൊ നമുക്ക് ഒരിക്കലും ആൻസർ നമുക്ക് കിലോമീറ്റർ പെർ അവറിലൊന്നും എഴുതാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് യൂണിറ്റാ, SI സിസ്റ്റം ഓഫ് യൂണിറ്റാ. SI സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ കിലോമീറ്ററിന് മീറ്റർ നാക്കി എഴുതണം. അപ്പൊ ഈ 40 എന്താക്കി എഴുതണം? 40 കിലോമീറ്ററിന് എന്താക്കി എഴുതണം? 40 × 1000 മീറ്റർ. അവറിനെ അങ്ങനെ എഴുതാൻ പാടോ? ഇല്ല, സെക്കൻഡിലാക്കി എഴുതണം. അവറിനെ സെക്കൻഡിലാക്കണ എന്താ ചെയ്യണം? 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1000 ഡിവൈഡ് ബൈ 3600. അപ്പൊ 40 × 1000 ഡിവൈഡ് ബൈ 3600 പോയി 5/80. നമ്മളിനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5/80. ഇതൊക്കെ എന്നിട്ട് ആൻസർ എന്ത് എഴുതും? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് സ്പീഡ്. ഇങ്ങനെ കണക്കുകളിലൊന്നും ഞാൻ ഇങ്ങനെ ഈ കിലോമീറ്റർ പെർ അവറിന് ഇങ്ങോട്ടേക്കൊന്നും മാറ്റി ചെയ്ത് സമയം കളയില്ല കേട്ടോ. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയൊരു 40 കിലോമീറ്റർ പെർ അവർ. ഇത് എന്താ സാധനം? നിങ്ങൾക്ക് ഇതിന്റെ ഫീൽ കിട്ടിയോ? നമ്മൾ ബൈക്കിൽ പോകുമ്പോഴേ ഈ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു ഡയറിയില്ലേ, നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ കൂടുതലേ ഒരു സാധനം 0 to 100, 150, 150, 180 എന്നൊക്കെ അതിൻ്റെ എഴുതിയിട്ടുണ്ടാവും. അതാണ് അതിന്റെ സ്പീഡ് കേട്ടോ. സ്പീഡ് എന്ന് പറയാൻ എത്ര നേരം എടുത്തു ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് പറയാൻ പറ്റുമോ? നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് പഠിച്ചാൽ തന്നെ വേറെ സാധനം പഠിച്ചാൽ എന്നാ പഠിച്ചേ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ സ്പീഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണെങ്കിൽ വെലോസിറ്റി എന്താന്ന് പറഞ്ഞു ചോദിച്ചാല് നമ്മൾ ഇത്ര നാളും സ്പീഡിനും വെലോസിറ്റിക്കും ഏകദേശം ഒരേ മീനിങ്ങാണ് കൊടുത്തിരുന്നത് 10ാം ക്ലാസ് വരെ. ഇവിടെ ഒരു വളരെ ചെറിയൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ ശരിക്കും? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പക്ഷേ ഇനിഷ്യൽ ഇവിടെയായിരുന്നു, ഫൈനൽ എവിടെയായിരുന്നു? ഇവർ തമ്മിലുള്ള ദൂര വ്യത്യാസം എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ തന്നെയാണ്. ഈ കാര്യത്തിൽ പിന്നെ എളുപ്പമാണ്. 80 കിലോമീറ്റർ ഡിവൈഡ് ബൈ 2 അവർ. സെയിം ആൻസർ.
ഇവന്റെ ആൻസർ എന്നാ സെയിം. ഞാൻ പറയാണ് ഈ ബൈക്ക് ഉണ്ടല്ലോ, ഈ ബൈക്ക് ഇവൻ തിരിച്ച് ഒരേ ഫിഗർ തന്നെ വയ്ക്കാം. തിരിച്ച് നമ്മുടെ പാലക്കാടും തൃശ്ശൂരിനും ഇടയ്ക്കുള്ള മണ്ണുത്തിക്ക് തിരിച്ചു വന്നു. ഇവിടെയാ എന്റെ ഹാൻഡിൽ. ഇവിടെ നിങ്ങളുടെയുള്ള ദൂരം 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 20 കിലോമീറ്റർ. എടുത്ത സമയം എത്രയാണെന്നറിയോ? എത്ര വേണം? ഒരു 1 hour. മെല്ലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നെല്ലിട്ട് പിന്നെ ഇപ്പൊ എന്റെ കണക്കില് ഈ ബൈക്ക് ഇവിടം വരെ പോയിട്ട് ഇവിടം വരെ എത്തി. ഇപ്പൊ പാലക്കാട്, തൃശ്ശൂര്, മണ്ണുത്തി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കേസിലെ സ്പീഡ് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? ഇവിടെ നിന്ന് ഇവിടം വരെ 80, പിന്നെ തിരിച്ചു വന്നു. എത്രയാ? 80ഉം 20ഉം 100. ടോട്ടൽ ടൈം ടേക്കൺ ഇവിടെ നിന്ന് ഇവിടം വരെ 2 മണിക്കൂർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 1 മണിക്കൂർ. അപ്പൊ എത്രയാ? 3 മണിക്കൂർ. എന്റെ ആൻസർ എന്നാ വരും? 100/3 33.3 km/h. ഇത് നിങ്ങൾ മാറ്റി എഴുതിയാൽ മതി. കണക്കൂട്ടി മറ്റേ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനായിട്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും. അവൻ എവിടെ പോയി, തൃശ്ശൂരോ എറണാകുളത്തോ എവിടെയും പോയിക്കോട്ടെ, തിരിച്ചു ഇവിടെ എത്തിക്കുന്നത്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇത്രയേ ഉള്ളൂ. എത്ര? ഇവിടെ നിന്ന് ഇവിടം വരെ 80, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 കിലോമീറ്റർ കുറയ്ക്കണം. അപ്പൊ എത്രയാ? 60. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 60. സമയം എത്രയാ? സമയം 3 മണിക്കൂർ തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടി? 60/3 20 മീറ്റർ പെർ സെക്കൻഡ്. വ്യത്യാസം മനസ്സിലായോ? ഇത് രണ്ടും ഇപ്പൊ ഡിഫറെന്റ് ആണ്. കുറച്ചു മുമ്പ് എന്നായിരുന്നു? രണ്ടും സെയിം ആയിരുന്നു. അപ്പൊ സ്പീഡും വെലോസിറ്റിയും മാഗ്നിറ്റ്യൂഡ് വൈസ് ഒരുപോലെ ആകാം, ചിലപ്പോ വ്യത്യാസപ്പെട്ടിരിക്കാം. ഒരു കാരണവശാലും വെലോസിറ്റി ഒരിക്കലും ഇവനെക്കാട്ടിലും കൂടുതലാവില്ല. അതിന്റെ കാരണം എന്നാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും ഇവനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് ഇവനെക്കാട്ടിലും ഇവന് കൂടുതലായിരിക്കും. ഞാൻ തന്നെ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കാരണം വെലോസിറ്റിക്ക് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഞാൻ സ്പീഡിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എങ്ങനെ ഈ ഡിസ്റ്റൻസ് ട്രാവലിനെ എഴുതിയേ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ? നിങ്ങൾ നോക്കിയേ, ഈ ബോഡി ഇതാ ഇവിടെ ഇരുന്ന്, ഇവിടെ അതാണ് നമ്മുടെ പാലക്കാട്. ഞാൻ എല്ലാം അളക്കുന്നത് ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ടാണ്. അതായത് ഇതിനെ പറഞ്ഞവരാണ് ഒറിജിൻ. എന്നതാ? ഒറിജിൻ. ഇപ്പൊ പാലക്കാട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങോട്ട് നോക്കി, നമ്മളിപ്പോ ഉണ്ടല്ലോ, ഇനി ഇത് മനസ്സിലായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് 2 പോയിന്റ് എടുത്ത് ഞാൻ ഈ 2 പോയിന്റിന് ഇടയ്ക്കുള്ള ഈ പറയുന്ന സ്പീഡും വെലോസിറ്റിയും ഒക്കെ കാണുന്നെങ്കിൽ ഞാൻ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് ട്രാവൽ എടുക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നാ ചോദിച്ചാല്, ഇപ്പൊ നോക്കി, ഈ ബോഡി ഇപ്പൊ ഇവിടെ ഇരുന്നു. എവിടെയാ? നമ്മൾ പഠിക്കുന്ന സ്ട്രേറ്റ് ലൈൻ മോഷനാണ്. അപ്പൊ എനിക്ക് ഒരാക്സിസ് മാത്രം മതി ഇവന്റെ മോഷനെ കുറിച്ച് പഠിക്കാനൊക്കെ. ഇപ്പൊ ഒരു ബോഡി ഇവിടെ ഇരിക്കുക, നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുക, പി എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുക കേട്ടോ. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്. ഒരു ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ പോയിന്റ് ഞാൻ x1 എന്ന് വിളിക്കുക. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു പോയിന്റ് x2 എന്ന് വിളിക്കുക.
ഞാൻ എവിടെ നിന്ന് അത് കളഞ്ഞ ഒറിജിനൽ നമ്മുടെ എക്സാക്സിൽ പഴയ നമ്മുടെ നമ്പർ ലൈൻ. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദൂരം സഞ്ചരിച്ചു ഇവിടെ നിന്ന് ഇവിടം വരെ. ഇതെങ്ങനെ കിട്ടും? നമ്പർ ലൈനിലേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ? x2. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാ? x1. അപ്പോൾ ഈ ഡെൽറ്റ എക്സ്, അതായത് ഈ ദൂരം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? x2 മൈനസ് x1. ഇനി ഇതുവരെയുള്ള ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഞാൻ എടുത്ത സമയം t ആണെന്ന് വിചാരിക്കുക കേട്ടോ. x2 മൈനസ് x1 ഡിവൈഡ് ബൈ t. ഇനി അതല്ല, ഒരു ബോഡി ഇവിടെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ, എവിടെ നിന്നോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ രണ്ട് പോയിന്റിനിടയ്ക്കുള്ള കണക്കുകൾ ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഒറിജിനൽ പറയുന്നത് ഒരു ബോഡി ഇവിടുന്ന് യാത്ര തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയി. എനിക്ക് ഈ പോയിന്റിനും ഈ പോയിന്റിനിടയ്ക്കുള്ള വെലോസിറ്റി സ്പീഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ ഈ ബോഡി ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കാനായിട്ട് t1 സമയവും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് t2 സമയമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ പോകാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? t2 മൈനസ് t1. അതായത് ഒരാൾ യാത്ര ചെയ്തു, പിന്നെ നോക്കിയപ്പോൾ സമയം 7:15. ഇപ്പൊ സമയം എത്ര? ശരിക്കും സമയം എത്രയാ? രാവിലെ 5:30. കൊച്ചൊക്കെ കേൾക്കുന്നുണ്ടോ? ജീവിയുടെ എത്ര ചെറിയ ജീവികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നില്ലേ? ഒരു 7 മണി. ഇവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 7:15. അങ്ങനെയാണെങ്കിൽ എത്ര നേരം എടുത്തേ? 7:15 മൈനസ് 7 മണി, 15 മിനിറ്റ്. അതാണ് ഈ ടൈം ടേക്ക് കേട്ടോ. അപ്പൊ x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1. ഇതാണ് എന്ത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്ക്. അതാണ് എന്ത്? സ്പീഡ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം: ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നമുക്ക് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അവർ തമ്മിൽ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ അതിനെടുത്ത സമയം. ഇത് ഇങ്ങനെയൊക്കെ ഫോമിൽ വരാം എന്ന് പറയുന്നതേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? x2 മൈനസ് x1 തന്നെ ഡിവൈഡ് ബൈ t2 മൈനസ് t1. അവനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ചേടാ, ഇതിപ്പോ രണ്ടും ഒരുപോലെയാണല്ലോ തോന്നുന്നേ. പക്ഷെ വ്യത്യാസമുണ്ട്. എന്നാ ഇവൻ വെലോസിറ്റിയാ. വെലോസിറ്റിക്ക് എന്ത് വേണം? ഡയറക്ഷൻ ഉണ്ട്. ഇവനെക്കാട്ടും ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ എന്തെന്നറിയോ, ഡിസ്പ്ലേസ്മെന്റ് ആയത് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ല, ഞാൻ ഡയറക്ഷൻ എടുക്കണം. അതിനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് കൊടുക്കണം? ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്താന്ന് ചോദിച്ചാല് ഇങ്ങോട്ട് നോക്കി, ഇതൊരു കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഞാനൊരു ബോൾ എറിഞ്ഞു. 30 മീറ്റർ ഉയരത്തിലേക്ക് ഞാനൊരു ബോൾ എറിഞ്ഞു. ഈ ബോൾ ഏറ്റവും മുകളിലെത്താൻ വേണ്ടി 5 സെക്കൻഡ് സമയമെടുത്തു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്നാ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്ക് 30 ഡിവൈഡഡ് ബൈ 5, 6 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്നതാ? ഡിസ്റ്റൻസ് ട്രാവൽ 30 ഡിവൈഡ് ബൈ 5, 6 മീറ്റർ പെർ സെക്കൻഡ്. ശരി, എൻ്റെ കഥ അവിടെ നിർത്തിക്കും. അത് കഴിഞ്ഞു. ഞാൻ ഈ ബോള് താഴേക്ക് ഇടുക. ഈ കെട്ടിടത്തിന്റെ ഉയരം 40 മീറ്റർ. എത്രയാ? 40 മീറ്റർ. ഇത് ഇവിടം വരെ ഈ 40 മീറ്റർ സഞ്ചരിക്കാൻ ഇവൻ 8 സെക്കൻഡ് എടുത്തു. 8 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? 40 ഡിവൈഡ് ബൈ 8 സെക്കൻഡ്. എത്രയാ? 40 ബൈ 8, 5 മീറ്റർ പെർ സെക്കൻഡ്. മെല്ലെ ആണ്. വെലോസിറ്റി ആണെങ്കിലോ
ഡിസ്റ്റൻസ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാ? 40 ആണോ? അല്ല. കാരണം ഞാൻ ഈ കണക്കിൽ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്ന് മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവാണ് അല്ലേ? അപ്പൊ താഴേക്കുള്ളത് ഞാൻ എങ്ങനെ എടുക്കണം? ഈ ബോഡി ഇവിടെ നിന്ന് ഇതായിപ്പോ ഇവിടുത്തെ ഒറിജിന്റെ താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തെടുക്കണം? ഞാൻ മൈനസ് എടുക്കണം. അതാണ് ഈ വെലോസിറ്റിയുടെ പ്രത്യേകത. നമ്മൾ ഡയറക്ഷൻ എടുക്കും. -40 ഡിവൈഡ് ബൈ 8. അപ്പൊ എന്ത് കിട്ടും? -5 മീറ്റർ പെർ സെക്കൻഡ്. വ്യത്യാസം മനസ്സിലായോ? സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള. വെലോസിറ്റി എടുക്കാൻ നേരത്തെ ഞാൻ ഡയറക്ഷൻ എടുക്കും. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് എഴുതിയെടുക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ. വെലോസിറ്റി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു ഡിസ്റ്റൻസ്. സ്പീഡിന്റെ ഇക്വേഷൻ ആയിരുന്നു സ്പീഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവന്മാരുടെ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി വെക്ടർ ആണ്. അപ്പൊ അതിന് മുകളിൽ ഇങ്ങനെ പലരും ഒരു മാർക്ക് ഇടണം. ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. നമ്മൾ ഈ അടിയിൽ ടൈം വരുന്നതിനെ പറഞ്ഞ പേരാണ് റേറ്റ്. കണ്ടോ? അടിയിൽ ടൈം വരുന്ന റേറ്റ് എന്ന് പറയില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്ക് ഇവിടെ പിന്നെ റേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ അടിയിൽ ഓൾറെഡി ടൈം ഉണ്ട്. അപ്പൊ നമുക്ക് സാധാരണ നമ്മളിങ്ങനെ അടിയിൽ ഇങ്ങനെ ടൈം ഉള്ള എന്തിനേയും നമ്മളിങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മൾ പറയും. ഇനി ഇവിടെ ഡിസ്റ്റൻസ് ആ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത് ആ വരുന്നെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഇവിടെ നോക്കിയോ, വേറെ എന്തെങ്കിലും ഇക്വേഷൻ വിചാരിച്ചോ. ഇപ്പോ മൊമെന്റം അടിയിൽ ടൈം, പിന്നെ പറഞ്ഞ ടൈം അല്ല ലെങ്ത് ആണെന്ന് വിചാരിച്ചു. ചുമ്മാ ഒന്നും ടൈമേ ഇല്ല കേട്ടോ, ലെങ്ത് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത്. ഇത് ഞാൻ വായിക്കുന്നത് അറിയോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്. അപ്പൊ ഞാൻ എടുത്ത് പറയണം വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്. അപ്പൊ അടിയിൽ ടൈം ആണെങ്കിൽ ഞാൻ നമുക്ക് ഭൂരിഭാഗം ഈ ടെസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാത്രം ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം റേറ്റ് എന്ന് പറയുന്നതായിരിക്കും റേറ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ ടൈം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന അതിന്റെ ഡെഫിനേഷനാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് സ്പീഡ്. വെലോസിറ്റിയോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ടൈം ആണിത് വെലോസിറ്റി. സ്പീഡ് സ്കെയിലർ ക്വാണ്ടിറ്റിയാ, കാരണം ഡയറക്ഷൻ ഇല്ല. ഇത് വെക്ടറാ, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ക്യാൻ ഹാവ് പോസിറ്റീവ് വാല്യൂസ് ഓൺലി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എത്രത്തോളം ദൂരം സഞ്ചരിച്ചു അവൻ 10 മീറ്റർ അങ്ങോട്ട് പോയിട്ട് 10 മീറ്റർ തിരിച്ചു വന്നാൽ എത്ര ദൂരം സഞ്ചരിച്ചു? 20 മീറ്റർ. പക്ഷെ ഇവന്റെ കാര്യത്തിലോ 10 മീറ്റർ അങ്ങോട്ട് പോയാൽ പോസിറ്റീവാ, തിരിച്ചിങ്ങോട്ട് വന്നാൽ നെഗറ്റീവാ. 10 - 10 കൂട്ടിയാൽ 0. ഇപ്പൊ 0 വരാം. 10 മീറ്റർ അങ്ങോട്ട് മാത്രം പോയിരുന്നെങ്കിൽ പോസിറ്റീവ് വരാം. 10 മീറ്റർ ഈ എക്സ് ആക്സിസിന്റെ ഇവിടെ നിന്ന് 10 മീറ്റർ ഇങ്ങോട്ടേക്കാണ് പോയിരുന്നെങ്കിൽ അവിടെ നെഗറ്റീവ് വരാം. ക്യാൻ ഹാവ് പോസിറ്റീവ് നെഗറ്റീവ്. കുറച്ച് നമ്മൾ കണക്ക് ചെയ്തില്ല, നമ്മൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ബോൾ താഴെ കയറിയുന്നത് അവിടെ എന്നാ കിട്ടിയേ? നെഗറ്റീവ് അല്ലേ കിട്ടിയേ? ടെൽസ് നത്തിങ് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. സ്പീഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഇപ്പൊ തൃശ്ശൂർ നമ്മൾ പാലക്കാടേക്ക് പോവാം. ഇടയ്ക്ക് വെച്ച് ആരോ ഫോൺ ചെയ്ത് നിങ്ങൾ സ്പീഡ് പറഞ്ഞു. നിങ്ങൾ സ്പീഡോമീറ്റർ നോക്കി, ഇല്ല പേടിക്കണ്ട. അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചു, 100 150 പോണേ. അല്ല, ഞാൻ 50 പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി പാലക്കാട് തൃശ്ശൂർക്ക് പോവുക, ഫോൺ കോൾ വന്നു, നിങ്ങൾ എത്ര പറയും? നോക്കുമ്പോൾ 50 തന്നെ പറയും. ഇനി നിങ്ങളോട് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണോ? അതെ. എത്ര സ്പീഡ് പോണേ? 70. നിങ്ങൾക്ക് മനസ്സിലായോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായോ? തൃശ്ശൂർ നിന്ന് പാലക്കാടേക്കാണോ, പാലക്കാട് തൃശ്ശൂർക്കാണോ? മനസ്സിലായോ? ഇല്ലല്ലോ. സ്പീഡ് ടെൽസ് നത്തിങ് അബൌട്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ. പക്ഷെ വെലോസിറ്റി ആണെങ്കിൽ തന്നിരിക്കും. നമ്മൾ അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. ഒറിജിൻ എവിടെയാണ്? ഒറിജിൻ ഒന്നുകിൽ തൃശ്ശൂർ വെക്കും അല്ലെങ്കിൽ പാലക്കാട് വെക്കും. അവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്ഷൻ അവിടെ കിട്ടും. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് ആണെങ്കിൽ പോസിറ്റീവും, പാലക്കാട് തൃശ്ശൂർക്കാണെങ്കിൽ നെഗറ്റീവും. അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഈ വെലോസിറ്റിയുടെ കണക്കുകൾ.
അപ്പോൾ ഇറ്റ് ടെൽസ് ദി ഡയറക്ഷൻ ഓഫ് ദി ബോഡി. ഇനി ഒരു സിമിലാരിറ്റി ഉണ്ട്, ഇതിന് രണ്ടിൻ്റെയും യൂണിറ്റും ഡയമെൻഷനും. ഇക്വേഷൻ എന്നതാ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ യൂണിറ്റ് എന്നാ വരും? ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്നാ മീറ്റർ, ടൈമിന്റെയോ സെക്കൻഡ്. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് എന്നതാ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെയോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലെങ്ത് ആണ്. ലെങ്ത് എന്തിനാണ് അളക്കുന്നത്? മീറ്ററിൽ. അപ്പോൾ മീറ്റർ പെർ ടൈം എന്തിനാണ് അളക്കുന്നത്? സെക്കൻഡ്. അപ്പോൾ രണ്ടിന്റെ യൂണിറ്റ് സെയിം ആണ്, സെയിം യൂണിറ്റ്. ഡയമെൻഷനോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ, അടിയിൽ ടി ആവുക. അപ്പൊ എൽ ബൈ ടി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -1. ഇവിടെയോ ഇവിടെ ലെങ്ത് ആണ് എൽ, അടിയിൽ ടി ആണ് ടി. അപ്പൊ എൽ ടി റേസ് ടു -1. അപ്പൊ രണ്ടിനും യൂണിറ്റും ഡയമെൻഷനും സെയിം ആണ്. അതാണ് സിമിലാരിറ്റി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം സ്പീഡും അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി, പിന്നെ വേരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ വേരിയബിൾ വെലോസിറ്റി. അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ സ്പീഡിൻ്റെ കാര്യം കിട്ടിക്കോളും. ഒരു ബോഡി ഉണ്ട്, ബൈക്കോ സ്കൂട്ടറോ കാറോ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത് അങ്ങനെയുണ്ടല്ലോ. യാത്ര തുടങ്ങിയേ, ആദ്യത്തെ 5 സെക്കൻഡിൽ ഇവൻ 25 മീറ്റർ പോയി. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 10 സെക്കൻഡ്. ഞാൻ എൻ്റെ വാച്ച് എടുത്തു, ഞാൻ ഇവിടെ നോക്കി, ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തു. 5 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ പോയി നോക്കി, 25 മീറ്റർ. അടുത്ത് 10 സെക്കൻഡ് ആയപ്പോഴോ മൊത്തം എത്ര? 50 മീറ്റർ. ഇവിടെ എത്രയാ? 10 സെക്കൻഡ്. ഞാൻ അടുത്ത വാച്ച് നോക്കി കഴിഞ്ഞപ്പോൾ 15 സെക്കൻഡ് ആയപ്പോഴേക്കും അവൻ 75 മീറ്റർ. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ 20 സെക്കൻഡ്. അടുത്ത 20 സെക്കൻഡ് നോക്കി കഴിഞ്ഞപ്പോൾ 20 സെക്കൻഡ് ആയി കഴിഞ്ഞപ്പോൾ അവൻ 100 മീറ്റർ. ഇവിടെ നോക്കി, ഡയറക്ഷൻ മാറിയോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ സ്പീഡും വെലോസിറ്റിയും ഒക്കെ ഒന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തത് നിങ്ങൾ മനസ്സിലാക്കണം, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. 5 സെക്കൻഡ് ആയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 25 മീറ്റർ. 10 സെക്കൻഡ് ആയപ്പോഴോ 50 മീറ്റർ. അതായത് 5 സെക്കൻഡ് ഗ്യാപ്പിൽ 25 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് ഗ്യാപ്പിൽ 25 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് ഗ്യാപ്പിൽ 25 മീറ്റർ. അതായത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. 5-5-ൽ 25-25-25. അതിനെ പറഞ്ഞവരാണ് എന്ത്? യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. ഇനി ആദ്യത്തെ 5 സെക്കൻഡ് നോക്കിയപ്പോൾ 25 മീറ്റർ. പിന്നത്തെ 10 സെക്കൻഡ് ഞാൻ അടുത്ത 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അതായത് 10ാമത്തെ സെക്കൻഡ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൻ 80 മീറ്റർ പോയി. പിന്നെ 15 സെക്കൻഡ് ആയപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അവൻ 125-ലെത്തി. പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ 130-ലെത്തി. ഇവിടെ നോക്കി, 5 സെക്കൻഡ് ഗ്യാപ്പിൽ 25 മീറ്റർ ആണ് ആദ്യം. പിന്നത്തെ 5 സെക്കൻഡിൽ അവൻ പണി പറഞ്ഞു 55 മീറ്റർ ആണ്. ഇവിടെ 25, ഇവിടെ 55, ഇവിടെ എത്രയാ? 45, ഇവിടെ എത്രയാ? 5. അപ്പോൾ ഇവിടെ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഡിഫറെന്റ് ഡിസ്പ്ലേസ്മെന്റ്. അതിനെ പറഞ്ഞവരാണെന്ത്? വേരിയബിൾ സ്പീഡ്. എന്നാ പറയുന്നത്? വേരിയബിൾ സ്പീഡ്. ഈ വേരിയബിൾ സ്പീഡിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേരിയബിൾ വെലോസിറ്റി രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വെലോസിറ്റിയും സ്പീഡും ഒക്കെ ഇവിടെ സെയിം ആണ്. വെലോസിറ്റി കാര്യത്തിൽ ഡയറക്ഷൻ ചേർത്ത് പറഞ്ഞാൽ മതിയേ ഉള്ളൂ. ഈ വേരിയബിൾ സ്പീഡിന്റെ വെലോസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. നമുക്ക് പഠിക്കാനുള്ളതൊക്കെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോമിന്റെ കാര്യത്തെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് യൂണിഫോം വെലോസിറ്റി അല്ല, സോറി, വെലോസിറ്റി മാറുന്നതിനെ പറഞ്ഞവരാണ് ആക്സിലറേഷൻ. നമുക്ക് പഠിക്കാനുള്ളതൊക്കെ യൂണിഫോം ആക്സിലറേഷന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ്.
പണി ചെയ്താലോ? നമുക്ക് ഈ വേരിയബിൾ സ്പീഡ് അല്ലെങ്കിൽ ഈ വേരിയബിൾ വെലോസിറ്റിയുടെ കണക്കുകളൊക്കെ എങ്ങനെയാ വരിക, അല്ലെങ്കിൽ എന്താ അതിന് വ്യത്യാസം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കണം. ഒരു ബോഡീന്റെ പൊസിഷൻ അത് പറഞ്ഞ മുമ്പാടി കൊണ്ടുവയ്ക്കും. ഞാൻ ഓരോ സമയം വരയ്ക്കാണ്. അതിനിടയ്ക്ക് സംബന്ധിച്ച് ദൂരം ഞാൻ ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ ടൈം മാർക്ക് ചെയ്തു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആദ്യം നോക്കി 0 സെക്കൻഡ് നോക്കി കഴിഞ്ഞപ്പോൾ ഞാനവിടെ 0 എന്ന് പറഞ്ഞാൽ ആ ബോഡി ഇപ്പം ഞാനിപ്പോൾ സമയത്തിന്റെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ അവൻ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, 1 സെക്കൻഡ് കഴിയുമ്പോൾ അവൻ 1 മീറ്റർ സഞ്ചരിച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ 5 മീറ്റർ സഞ്ചരിച്ചു. 4ാമത്തെ മീറ്ററിൽ 5 അല്ല 4, 3 ആയി കഴിഞ്ഞപ്പോൾ 9, 4 ആയി കഴിഞ്ഞപ്പോൾ 16, 5 ആയി കഴിഞ്ഞപ്പോൾ അവൻ 25. ഇതിനെ എനിക്ക് ഇങ്ങനെ വേണേ പറയാം, ഇവന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. എസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തനുസരിച്ച് അതിന്റെ സ്ക്വയർ ആയിട്ടാണ് മാറിക്കൊണ്ട് പോകണേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഗ്രാഫോ കോളോ ഒക്കെ ഇങ്ങനെ ഒരു കോളം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മുടെ ഇപ്രാവശ്യത്തെ ഇല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിന് ഇങ്ങനത്തെ ഒരു ടേം വെച്ചിട്ടൊക്കെ കണക്കാൻ ചോദിച്ചത്. IIT JEE കണക്കുകളിലൊക്കെ ഇങ്ങനെയാണ്. ഈ ടി സ്ക്വയർ ഒന്നല്ല, ഇച്ചിരി വലിയ കോംപ്ലിക്കേറ്റഡ്, ഇച്ചിരി വലുത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുള്ളൂ. എസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞ് അത് ടൈമിന്റെ സ്ക്വയറിലാണ് ഡിസ്പ്ലേസ്മെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. ആയിക്കോട്ടെ, നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കാണ്, അപ്പൊ നമുക്ക് ഇവിടെ വേരിയബിൾ സ്പീഡ് ആണോ? അതെ. നമുക്ക് ഓരോ ടൈം ഇന്റർവൽ എത്രയാ? 1 സെക്കൻഡ് അല്ലേ വ്യത്യാസം. പക്ഷെ 1 സെക്കൻഡ് ഗ്യാപ്പിൽ ഇവിടെ 1 മീറ്റർ ആണ് പോയത് കൂടിയത്. അടുത്ത 1 സെക്കൻഡ് ഗ്യാപ്പിൽ ഇവിടെ 3 മീറ്റർ ആണ് പോയിരിക്കുന്നത്. 4 - 1 3 മീറ്റർ എക്സ്ട്രാ പോയി. ഇവിടെയോ 3 - 2 എത്ര മീറ്ററാ? 5 മീറ്റർ വ്യത്യാസം. അപ്പൊ അവിടെ വേരിയബിൾ സ്പീഡാണ് അല്ലേ? ഞാൻ ഈ ഗ്രാഫ് വരച്ചാല് ഇങ്ങോട്ട് നോക്കി, എക്സ് ആക്സിസ്, y ആക്സിസ് 1 2 3 4 5 6 5 10 15 20 25 5 10 10 15 20 25 1 2 3 4 5 6. ഇവിടെ ടൈം ആക്സിസ്, ഇവിടെയോ ഡിസ്പ്ലേസ്മെന്റ്. ഇതിനെ പറയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. എന്നതാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഓക്കെ, നമുക്ക് ടൈമിനെ മാർക്ക് ചെയ്ത് നോക്കാം. 0 സെക്കൻഡിൽ 0, ഫസ്റ്റ് സെക്കൻഡിൽ 1 മീറ്റർ, സെക്കൻഡ് സെക്കൻഡിലോ 4, 3-ല് 9, 4-ല് 16 ഇവിടെ വരും അല്ലേ, 5-ല് 25. അപ്പൊ ഈ ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പറയും. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. നമ്മൾ ചോദിച്ചേക്കാണ് ഇവന്റെ ഇവിടെ നമ്മൾ ചോദിച്ചേക്കാണ് ആവറേജ് വെലോസിറ്റി അല്ല, എന്നോട് ചോദിച്ചേക്കാണ് വെലോസിറ്റി ചോദിച്ചേക്കാണ്. എന്നെ ചോദിച്ചേക്കുന്നത് വെലോസിറ്റി. അയ്യോ, നിങ്ങൾ ഇവിടെ ഏത് വെലോസിറ്റി എടുക്കും? കാരണം ഇവിടെ നിങ്ങളിപ്പോ വെലോസിറ്റി എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഞാൻ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക, ഇതിനിടയ്ക്കുള്ള വെലോസിറ്റി കാണാനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക. 9 - 4 അല്ലേ ഡിസ്പ്ലേസ്മെന്റ്? 9 - 4 ഡിവൈഡ് ബൈ 3 - 2 ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം.
5 ഡിവൈഡ് ബൈ എത്രയാ 2 അല്ലേ 1 എത്രയാ 5 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ വേറെ കുട്ടി എടുക്കാണ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഇക്വേഷൻ സെയിം. പക്ഷെ അവൻ എടുക്കുക ഇതിനിടയ്ക്കുള്ളത് 25 മൈനസ് 16 ഡിവൈഡ് ബൈ 5 മൈനസ് 4 എന്ത് കിട്ടും? 9 അല്ലേ 9 ഡിവൈഡ് ബൈ 1 9 മീറ്റർ പെർ സെക്കൻഡ്. ഒരേ ക്വസ്റ്റ്യൻ 2 ആൻസർ, അത് പോസിബിൾ ആണോ? അയ്യോ, അപ്പൊ എന്തൊരു പ്രശ്നം പറ്റി? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു തെറ്റ്. ഞാൻ ചോദിച്ചതാ വാട്ട് ഈസ് വെലോസിറ്റി. ഒരു മോഷൻ നടന്നു, ഒരു ബോഡി ഇങ്ങനെ നടന്ന് മുമ്പോട്ട് പോയി. അവന്റെ പ്രത്യേകത എന്നതാ? ഓരോ സെക്കൻഡ് അവന്റെ സ്ക്വയർ അനുസരിച്ച് ഓരോ സെക്കൻഡിലും അതിന്റെ സ്ക്വയർ അനുസരിച്ച് അവൻ ഡിസ്പ്ലേസ്മെന്റ് നടത്തും. അവന്റെ വെലോസിറ്റി കണ്ടോ? പലർക്കും പല ആൻസർ കിട്ടി. അപ്പൊ എന്റെ ക്വസ്റ്റ്യനിൽ ഞാൻ മാറ്റം വരുത്തണമായിരുന്നു. ഞാൻ എങ്ങനെ ചോദിക്കണമായിരുന്നു? ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കണം, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് തേർഡ് സെക്കൻഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് തേർഡ് സെക്കൻഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി വിത്തിൻ 3 to 4 സെക്കൻഡ്, അല്ലെങ്കിൽ ഈ 4-3 ഇടയ്ക്ക് എത്രയാണെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതൊരു മീനിങ്ലെസ് ആണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഏതെങ്കിലും 2 സമയത്തിന് ഇടയ്ക്ക് പറയുന്നതാണ് എന്ത്? ആവറേജ് വെലോസിറ്റി. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ പറയുന്ന വെലോസിറ്റിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. വ്യത്യാസം മനസ്സിലായോ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്കൻഡിലെ വെലോസിറ്റി. അതെങ്ങനെ കാണാം? ഇവിടെ നോക്കൂ, ഇത് നോക്കി. ഈ 4th സെക്കൻഡിലെ കാണണ്ടെങ്കിലോ? 4th സെക്കൻഡിൽ എത്രയാ? 16 അല്ലേ? അപ്പൊ 4th സെക്കൻഡിലെ കാണാനായിട്ട് ഞാൻ എടുക്കുന്ന കണക്കുകൾ, അല്ലെങ്കിൽ ആ 4th സെക്കൻഡിലെ അത് കാണാനായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ആ 4th സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പ്രത്യേകം നമുക്ക് പറയുകയാണെങ്കിൽ അതിനെ പറഞ്ഞവരാണെന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി അപ്പൊ ഈ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ആവറേജ് വെലോസിറ്റി എവിടെ നിന്ന് എവിടം വരെ? 3-നും 2-നും 2 തൊട്ട് 3 സെക്കൻഡ് വരെ ഉള്ളതിന്റെ ആവറേജ് വെലോസിറ്റി. ഈ 2 തൊട്ട് 3 വരെ എന്ന് പറഞ്ഞാൽ ആകെ 1 സെക്കൻഡ് ഗ്യാപ്പല്ലേ ഉള്ളൂ. അവിടെ എന്തിനാണ് ഞാൻ ആവറേജ് എന്നുള്ള ടൈം ഞാൻ യൂസ് ചെയ്തത്? 2 തൊട്ട് 3 സെക്കൻഡ് വരെ 2.5 സെക്കൻഡിലൂടെ വേറെയാണ്. മനസ്സിലായോ? 2.5 സെക്കൻഡിൽ ഇവിടെ വേറെയാണ്. അതിന്റെ സ്ക്വയർ അനുസരിച്ചാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെവ്വേറെ വാല്യൂ ആണ്. അപ്പോൾ 2-നും 3-നും ഇടയ്ക്കുള്ളതിന്റെ ഞാൻ ആവറേജ് എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സെക്കൻഡ്, 3rd സെക്കൻഡ്, 4th സെക്കൻഡ്, 5th സെക്കൻഡ്, അതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അതിനെ പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഈ ടേം മനസ്സിലായോ? ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി എടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണ് വേരിയബിൾ സ്പീഡിന്റെ എക്സാമ്പിൾ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ടൈമിനെ എക്സിലും വൈയിലും വരയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതേപോലെ നമ്മൾ വെലോസിറ്റിയും ടൈമും വരച്ചാൽ അതിനെ പറഞ്ഞവരാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഗ്രാഫിനെ മാത്രമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഉണ്ട്, വ്യക്തമാക്കി തരും. പ്രോബ്ലംസ് ഉണ്ട്, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് ഇഷ്ടം പോലെ ചോദിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കാണാം എന്ന് നോക്കാം. ആവറേജ് കാണാൻ കുഴപ്പമില്ലല്ലോ. ആവറേജ് കാണാണ്ട് ഏതൊക്കെ ഓരോ സെക്കൻഡിൽ എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കണം, എങ്ങനെ ഇവന്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണും. ഇങ്ങോട്ട് നോക്കി, ഇനി കാണേണ്ടത് 3rd സെക്കൻഡില്. എന്നതാ 3rd സെക്കൻഡിൽ ഈ മോഷൻ എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? 0 തൊട്ട് 5 വരെ. 0 തൊട്ട് 5 വരെ. കാണേണ്ടത് എവിടെയാ?
ഈ തേർഡ് സെക്കൻഡ്. 0 എവിടെയാ? ഇവിടെ. 5 എവിടെയാ? ദാ ഇവിടെ. അതായത് ഈ വലിയ വരയാണ് അല്ലേ? ഞാനിവിടെ എന്നാ ചെയ്യണം? അപ്പൊ നോക്കി, ഇവിടെ നിന്ന് 0 തൊട്ട് 5 വരെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? എനിക്ക് ഇവിടത്തെയാ കാണുന്നത്. ഞാൻ ഈ വലിയ ഗ്യാപ്പിനെ ഞാൻ ചെറുതാക്കി ഞാൻ കൊണ്ടുവരുക. എന്റെ ഇക്വേഷൻ എന്നാ? വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റി v is equal to change in displacement divided by change in time. എന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദൈവമേ, ഇതെന്നാ സാധനം? പ്രശ്നമായില്ലേ? നമുക്ക് നോക്കാം എന്നാ സംഭവം. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിഫറൻഷിയേഷൻ എന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങോട്ട് നോക്കി. അതിന് നമുക്ക് ആദ്യം ഈ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കാം. ഇവിടെ നോക്കി, ഇതാണ് പൊസിഷൻ, ഇതാണ് ടൈം. ഒരു ബോഡി ഇങ്ങനെ അങ്ങോട്ട് പോവാം കേട്ടോ. ഒരു ബോഡി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. 1 സെക്കൻഡിൽ 2 മീറ്റർ, 4 സെക്കൻഡിൽ 6 മീറ്റർ, 8 സെക്കൻഡിൽ 10 മീറ്റർ. അങ്ങനെ ഞാൻ ഒരു ഗ്രാഫ് മാർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഇങ്ങോട്ട് നോക്കി, ഞാന് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് എന്ന് വിളിക്കും കേട്ടോ. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതായത് എസ്സിലുള്ള കുറച്ച് ദൂരം, അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ടൈം. അപ്പൊ ഞാനിത് മനസ്സിലാക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കി, ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കും. രണ്ട് ലൈൻ വരച്ചു ഇവിടെ. ഇവിടെ നോക്കി, ഈ ദൂരം കേട്ടോ, ഈ ദൂരം ഇതാണല്ലോ ഡെൽറ്റ എസ്. അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈം ഗ്യാപ്പ് ഡെൽറ്റ ടി. ഈ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഇങ്ങോട്ട് നോക്കി, അടിയിൽ മാർക്ക് ചെയ്യുക. ഡെൽറ്റ ടി ഒരു ട്രയാങ്കിൾ ആയത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതിനെ പറഞ്ഞ വേറെ പേരാണ്, ഇതൊരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അതിനെ പറയുന്ന പേരെന്നാ? യെസ്, ടാൻ തീറ്റ. എന്നതാ? ടാൻ തീറ്റ. അപ്പൊ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിലെ ടാൻ തീറ്റനെ പറഞ്ഞ പേരാണ് വെലോസിറ്റി. ടാൻ തീറ്റയോ? ടാൻ തീറ്റയ്ക്ക് വേറെ എന്തൊരു പേരുണ്ടല്ലോ, സ്ലോപ്പ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിലെ സ്ലോപ്പിനെ പറഞ്ഞ പേരാണ് എന്ത്? വെലോസിറ്റി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, പൊസിഷൻ ടൈം ഗ്രാഫാ ഇത്, വേറൊരു മോഷനാണ്. എനിക്ക് കാണേണ്ടത് എന്നതാ? എനിക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് ഇവിടെ. പക്ഷേ ഞാൻ എങ്ങനെ ഈ പോയിന്റിലെ സ്ലോപ്പ് കാണും? ഈ പോയിന്റിലെ സ്ലോപ്പ് എന്നാ? ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് ആണെങ്കിൽ ഡിഫറൻഷിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊരു കർവാ. ഒരു ലൈൻ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇതിലൊരു ലൈൻ ആയിരുന്നെങ്കിൽ എനിക്ക് സ്ലോപ്പ് പോകാൻ എളുപ്പമായിരുന്നു. ഇതൊരു കർവാ. കർവിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നത്? ഓർമ്മയുണ്ടോ? ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ dx by dt. ഇവിടെ s ആയിരിക്കും അല്ലേ? ds by dt at ഈ പോയിന്റ്. ഇതിനെങ്ങനെ എഴുതുന്നത്? ഇതെങ്ങനെയാ വന്നേ? ഇതാണ് dx by dt. dx by dt ക്ക് വേറൊരു പേരാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിയോ, എനിക്കറിയാം ഈ പോയിന്റിലെ സ്ലോപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫിലെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. ഈ പോയിന്റിലെ സ്ലോപ്പ് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ വലിയ ലൈനിനെ
ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ടാൻജന്റ് അല്ലേ അല്ലേ, ഈ വലിയ ലൈനെ ചെറുതായി ചെറുതായി കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങൾ ചെറുതാക്കിക്കോ, ഇവിടെ വരെ ആക്കിക്കോ. അപ്പൊ നോക്കിയേ, ആദ്യമേ ഈ ലൈൻ താഴെ മുട്ടുന്ന എവിടെയാ, ഇവിടെയായിരുന്നു. ഞാൻ രണ്ടാമത് ചെറുതാക്കിയപ്പോൾ ഇവിടെയാണ്, ഇപ്പൊ നിങ്ങൾ കുറഞ്ഞു വന്നു. ഞാൻ ചെറുതാക്കി വരച്ചു, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്കി, ഇത്രയായി. എനിക്ക് ഈ പോയിന്റിലേ കാണണ്ടേ. അപ്പൊ ഞാൻ ഈ ഗ്യാപ്പ് ചെറുതാക്കി 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 ഈ അടിയിലെ ഗ്യാപ്പ് വളരെ ചെറുതാക്കി കൊണ്ടുവരാം. അതായത് ഒരു പോയിന്റിലെ കാണാനാണെങ്കിൽ ആ ചെറുതാക്കി കൊണ്ടുവരുന്ന ആ ഗ്യാപ്പ് ഡെൽറ്റ ടി, ഇതല്ലേ ടൈം ആക്സിസ്, അതിന്റെ വ്യത്യാസം ഡെൽറ്റ ടി അതിങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് 0 ആകുവാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി 0 ആകുവാണെങ്കിൽ അവിടുത്തെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അതിനെ പറഞ്ഞ പേരാണെന്ത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ ഒരു ഇൻസ്റ്റന്റിലെ വെലോസിറ്റി. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും വേരിയബിൾ സ്പീഡും വേരിയബിൾ വെലോസിറ്റിയൊക്കെ. യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. എന്നതാ, ഒരു ബോഡിയിൽ 5 മീറ്ററിൽ 10 മീറ്റർ, 5 സെക്കൻഡിൽ 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡിൽ 10 മീറ്റർ, അങ്ങനെ അങ്ങനെ യൂണിഫോം ആയിട്ടാ പോകുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എല്ലാ പോയിന്റിലും ഒരേ വെലോസിറ്റി ആയിരിക്കും, യൂണിഫോം വെലോസിറ്റി അല്ലേ, ഒരേപോലെ പോകുമായിരുന്നു. വേരിയബിൾ ആണെങ്കിൽ വേരിയബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പല സമയത്ത് പല പല ഡിസ്റ്റൻസ്, അവിടെ എനിക്ക് വേരിയബിൾ സ്പീഡ് ആയിരിക്കും, പല പോയിന്റിലും പല വെലോസിറ്റി ആയിരിക്കും. അപ്പോ ഒരു പോയിന്റിലെ മാത്രം കാണാനായിട്ടാണ് ഞാൻ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0, ഡെൽറ്റ ടിനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്തെ സ്ലോപ്പ്, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നത് സ്ലോപ്പ്, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി സ്ലോപ്പ് ആണ് ആ പെർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ്, ഒരു കർവിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് കാണുന്ന പരിപാടിയാണ് എന്ത്, ഡിഫറൻഷിയേഷൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് തേർഡ് സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി എന്നതാ. ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ക്വസ്റ്റ്യന്റെ വ്യത്യാസം എന്നതാ, കുറച്ചു മുമ്പ് വരെ കണ്ടപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഏത് സെക്കൻഡ് എടുത്താലും ഒരേ വെലോസിറ്റി. കാരണം നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം സ്പീഡായിരുന്നു. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. ഇവിടെ വെവ്വേറെ, ഇവിടെ ഞാൻ എന്ത് ഉപയോഗിക്കണം, ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കണം. അതിനാണ് നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഈ ഗ്രാഫ് കൊണ്ടുള്ള കാര്യമുണ്ടോ, ഇല്ല. ഗ്രാഫിൽ നിന്നൊക്കെ ഞാൻ സ്ലോപ്പ് കൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ അത്രത്തോളം വലിയ ബ്രില്യന്റ് ആളായിരുന്നു. അതൊന്നുമല്ല, പാവല്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കോളം നിന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ എഴുതി കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണുമെന്ന് ചോദിക്കാല്ല. നിങ്ങളോട് എന്താ ചോദിക്കുന്ന അറിയോ, ഡയറക്റ്റ് ഒരു ഇക്വേഷൻ തരും. S is equal to 3t² plus t³ എന്ന രീതിയിൽ ഒരു ബോഡി സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ 4ാമത്തെ സെക്കൻഡിൽ എത്രയാണ് സ്പീഡ്, എത്രയാണ് വെലോസിറ്റി എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബോഡി 5ഉം 8ഉം സെക്കൻഡുകൾക്കിടയിലുള്ള ആവറേജ് സ്പീഡ് കാണൂ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഇതിനൊന്നും ഇല്ല, ഞാനിത് മുഴുവനായിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയോ, ഇവിടെ നമ്മുടെ ഗിവൺ ബോഡിയുടെ ഇക്വേഷൻ S is equal to t². ചോദിച്ചേക്കാണ് വെലോസിറ്റി അറ്റ് തേർഡ് സെക്കൻഡ്. അപ്പൊ ഞാൻ ds by dt അറ്റ് തേർഡ് സെക്കൻഡ് കാണണം. ഭയങ്കര ഈസിയാണ്. t²ന്റെ ds by dt എന്ന് പറഞ്ഞാൽ d by dt of s എന്ന് പറഞ്ഞ ഇക്വേഷൻ t². d by dt of t² എന്നതാ അടുത്തത്. If y is equal to x², dy by dx is equal to 2x. അറിയാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് ഡിഫറൻഷിയേഷന്റെ വീഡിയോ കാണും. കുറെ നാളെ ഡയലോഗ് പറയുന്നുണ്ടല്ലേ. അപ്പൊ എന്നാ കിട്ടും, ഇവിടെ എന്ത് കിട്ടും, 2t. ഇനി അറ്റ് 3, 2 into 3 6. മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് ഏതാ മറന്നു. dx by dt ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതിനെ പറഞ്ഞവരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്.
ആ നമ്മളൊക്കെ ശരിയായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മൾ കഴിഞ്ഞ ഡിഫറൻസ് എഴുതിയപ്പോൾ സ്പീഡിന്റെ വെലോസിറ്റി ഡിഫറൻസ് എഴുതിയപ്പോൾ നമ്മൾ ഡയലോഗ് എഴുതിയായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി എഴുതിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ എങ്ങനെയാ ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാനാണ് നമുക്ക് പാട്. അതിന് നമ്മൾ ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യുന്നത്? കാരണം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പോയിന്റ് ഒരു കർവ്. ഇതിപ്പോ s=t² ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് വന്നു. ഇനിയിപ്പോ s=t³ ആണെങ്കിലോ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ തേർഡ് സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ വരും. ഇവിടെ 9 എവിടെയാണ്? ഇവിടെ 27 3 27. അത് ഇവിടെ വരും. ശരിയാ. s=t³ ആണെങ്കിൽ s=t³ ആണെങ്കിൽ 3 × 3 × 3 27 ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അവിടുത്തെ വെലോസിറ്റി കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയോ, അവിടുത്തെ ഇവിടെ ഈ ഗ്രാഫിന്റെ വെലോസിറ്റി അറ്റ് തേർഡ് സെക്കൻഡ് ആണെങ്കിൽ ds/dt എന്നാ വരും? d/dt ഓഫ് t³ 3t². x⁻n ന്റെ ഡിഫറൻഷിയേഷൻ x⁻n−1 ഡിവൈഡ് ബൈ n × x⁻n−1. ഇവിടെ എന്ത് വരും? n × x⁻n−1 3 × t⁻3−1 3t². ഏത് സെക്കൻഡ് വെച്ചേക്കുന്നത്? 3-ലാണ് അല്ലേ? അപ്പൊ 3 ഇത് ഇവിടുത്തെ 3 ഏത് സെക്കൻഡിലാ? മൂന്നാമത്തെ സ്ക്വയർ, മൂന്നാമത്തെ. അപ്പൊ 3ന്റെ സ്ക്വയർ 3 × 3 27. ആ അതും സെയിം കിട്ടില്ലോ, കഷ്ടകാലം. അപ്പൊ നോക്കിയേ, ശരിയല്ലേ ഇതേക്കുന്നത്? ശരിയാണ്. അപ്പോ 27 m/s. കിട്ടില്ലല്ലോ അല്ലേ? രണ്ടാമത്തെ സെക്കൻഡിൽ നോക്കിയേ, 2 സെക്കൻഡിൽ എന്ത് വരുമായിരുന്നു? 3t². അപ്പൊ എന്ത് വരും? 3 × t², 3 × 2², 3 × 4 12 m/s. ഇതാണ് എൻ്റെ വ്യത്യാസം കേട്ടോ. പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിലെ വിചാരിച്ചു. ഈ പൊസിഷൻ ടൈം ഗ്രാഫിലെ സ്ലോപ്പാണ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആ ലൈനിന്റെ എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ. നമ്മളെ കുറെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ്. എക്സ് ആക്സിസ് ടൈമാ, ഇവിടെ എസ് ആ, വെലോസിറ്റി dx/dt ആണ്. എന്തൊക്കെ എക്സ് എച്ച് എസ് ടൈം. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, നിങ്ങൾ ഈ ചില ഭാഗങ്ങളിൽ ചില ടെസ്റ്റിൽ വെലോസിറ്റിക്ക് dx/dt എന്ന് എഴുതും. അതിന്റെ അർത്ഥം അവര് ഇവിടെ എടുത്തേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിന് എക്സ് എന്ന് പേര് കൊടുത്തു എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇവിടെ എന്ത് എഴുതുന്നത്? എസ് എന്ന് എഴുതുന്നത്. ഈ എക്സ് എന്ന് കണ്ടേ പറഞ്ഞാൽ നിങ്ങൾ ആക്സിസ് ഇതല്ലേ എക്സ്, അവിടെ തന്നെ അല്ലേ ടി എന്നൊന്നും ആലോചിക്കല്ലേ. ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. ശരി, ഓർത്തിരുന്നോ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ലൈൻ എടുത്താൽ ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു, ഇത് വേണ്ട, മൊത്തം വരച്ചു. ഇത്രയും ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം വെലോസിറ്റി അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്നാ ഓപ്പോസിറ്റ് സൈഡ്, ഇതെന്നതാ അഡ്ജസ്റ്റന്റ് സൈഡ്. അപ്പൊ ടാൻ തീറ്റ ആണെന്ത്? വെലോസിറ്റി. നിങ്ങൾക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ നമ്മൾ ഗ്രാഫ് പഠിച്ചു, നമ്മൾ പ്രത്യേകം പഠിച്ചു. ഗ്രാഫ് എന്നൊരു വീഡിയോ മുഴുവൻ നമ്മൾ പഠിച്ചു. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എടുത്താലും നിങ്ങൾ ഇവിടെ എടുത്താലും ഈ ലൈൻ ഇങ്ങോട്ട് പൊക്കോട്ടെ, ഇത് മൊത്തം എടുത്താലും ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് സെയിം ആണ്. ഇത് ഒരേ ലൈൻ, ഈ ആംഗിൾ എല്ലായിടത്തും സെയിം ആണ്. എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ, ഈ ആംഗിൾ എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് അതിന്റെ ടാൻ തീറ്റ നിങ്ങൾ ഏത് പോയിന്റ് എവിടെ പോയി എടുത്താലും സെയിം ആണ്. അപ്പോ
ഈ ഗ്രാഫിനെ ഞാൻ വിളിക്കുവാണ്, ഈ ഫിഗറിന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മുകളിലേക്ക് ആണെങ്കിൽ എനിക്ക് പറയാം this is an example for graph of uniform velocity. ഏത് ടൈം എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഈ തീറ്റ സെയിം ആണ്, ടാൻ തീറ്റ സെയിം ആണ്, അതിന്റെ അർത്ഥം വെലോസിറ്റി സെയിം ആണ്. അപ്പൊ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, അതിന്റെ ഗ്രാഫാണിത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫില് ഒരു ലൈൻ ഇങ്ങനെ, ഇത് എ ബോഡി, ബി ബോഡി, സി ബോഡി, ഇത് എ ബോഡി, ബി ബോഡി, സി ബോഡി. ഇതാണ് എക്സാമ്പിൾ ഫോർ ഗ്രാഫ് ഓഫ് യൂണിഫോം വെലോസിറ്റി. മൂന്ന് പേർക്കും യൂണിഫോം വെലോസിറ്റി ആണ്. വെവ്വേറെയാണോ? അതെ, കാരണം ഇതിന്റെ ആംഗിൾ തീറ്റയാണ്, ഇതിന്റെ ആംഗിൾ വേറെ ആംഗിളാണ്, ആൽഫയാണ്, ഇതിന്റെ ആംഗിൾ വേറെയാണ്, ബീറ്റയാണ്. ഓരോന്നിന്റെയും ടാൻ എടുത്താൽ വെവ്വേറെ ആംഗിളെ കിട്ടുക. എന്റെ ക്വസ്റ്റ്യൻ അതല്ല, ഇതിൽ ആർക്കാണ് കൂടുതൽ സ്പീഡ്? ഇയാൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. രണ്ട് ബോഡി ഉണ്ട്, ഒരു ബോഡി ഇങ്ങോട്ട്, ഇവൻ എ ആണ്, ഒരു ബോഡി ഇങ്ങോട്ട്, ഇവൻ ബി ആണ്. ഇതിൽ ആർക്കാണ് സ്പീഡ് കൂടുതൽ? രണ്ടുപേരും യൂണിഫോം ആണോ? അതെ, യൂണിഫോം മോഷൻ ആണ്. ഈ ഒരു ലൈനെ സംബന്ധിച്ചത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലും തീറ്റ സെയിം ആണ്. ഇവന്റെ ആംഗിൾ എക്സ് ആയിട്ട് ആംഗിൾ തീറ്റ സെയിം ആണ്. അപ്പോൾ ഈ ബോഡി ഒരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്, ആ വെലോസിറ്റി യൂണിഫോം ആണ്, ഉറപ്പാണ്. 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എല്ലായിടത്തും 10 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്, വേരിയബിൾ സ്പീഡ് അല്ല. ഇവൻ ഒരു 15 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. 8 ആണെങ്കിൽ അത് 10നേക്കാളും താഴെ, 8 ആണെങ്കിൽ 8 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. എനിക്കറിയണം, ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാണ്. ഇതിലേതോ ഒരു ബോഡി 5 മീറ്റർ പെർ സെക്കൻഡിലും ഒരു ബോഡി 15 മീറ്റർ പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡിൽ ആണ് പോകുന്നത്. ഇതിലേത് ബോഡിയാണ് അത്? ചോദിച്ചതിന്റെ ലോജിക്ക് ഇതിൽ ആർക്കാണ് സ്പീഡ് കൂടുതൽ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ടാൻ തീറ്റ, അതായത് സ്ലോപ്പ് ആണ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് θ1 എന്നും ഞാൻ ഈ ആംഗിളിനെ θ2 എന്നും വിളിക്കുക. വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ടാൻ θ1 ആണ്. വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ടാൻ θ2 ആണ്. സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ് ഓഫ് എ, എന്ത് പറയാം? സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്. ഇതോ സ്ലോപ്പ് ഓഫ് ബി ഗ്രാഫ്. ഇനി സിമ്പിൾ ആണ്, ഇതിൽ ആർക്കാ കൂടുതൽ? ഇതിലേത് ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് അറിയില്ല. ഗ്രാഫിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ആൻസർ എനിക്കറിയാം. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്ക്. ഇതൊരു 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കും, ചുമ്മാ. ഇത് എത്രയാ? ഒരു 30 ഡിഗ്രി. ഇതൊരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ടാൻ 30 എത്രയാ? കാൽക്കുലേറ്റർ എടുത്തു, ഒന്നും വരത്തില്ലെങ്കിൽ. ടാൻ 30 എത്രയാ? ടാൻ ഇവിടെ പോയി. ടാൻ 30 0.57. ടാൻ 30 എത്രയാ? ഞാൻ ചുമ്മാ എഴുതി വെക്കുക. ടാൻ 30 എത്രയാ? 0.577, 0.58 എടുത്തു. ടാൻ 60യോ? 1.732. മിടുക്കരായ പിള്ളേരുണ്ട്, എനിക്കറിയാം. അവരിതാ ഇവിടെ 1/√3 എന്നും ഇത് √3 എന്നും എടുത്തിട്ടുണ്ടാവും. ഗുഡ്. ഞാനതൊന്നും ആലോചിക്കാതെ പൊട്ടണല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി. എനിക്ക് ഇത്ര ഉദ്ദേശം അറിഞ്ഞാൽ മതി. ഇതിൽ ആരാ വലുതെന്ന്? ആരാ വലുത്? ടാൻ 30 ആണോ ടാൻ 60 ആണോ? ടാൻ 60 അല്ലേ? അപ്പൊ ആർക്കാ സ്പീഡ് കൂടുതൽ? ഇതാ ബിക്ക്. അപ്പൊ ബിന്റെ ആയിരിക്കും എന്ത്? 20 മീറ്റർ പെർ സെക്കൻഡ്. എന്റെ ആയിരിക്കും എന്ത്? 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് രണ്ട് ലൈൻ ഉണ്ട് എങ്കിൽ, ഇങ്ങനെ രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ, ഇത് സിയും ഡിയും ആണെങ്കിൽ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ഇവന്.
ഒരു ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക. ഏറ്റവും സ്ലോപ്പ് ഉള്ള ലൈനാണ് ഇവൻ. കേട്ടോ? അപ്പൊ ഇങ്ങനെയാണെങ്കിലോ സ്ലോപ്പ് എത്രയാണ്? 0. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ അതെന്താ? 0. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മുടെ 2 വർഷം മുമ്പത്തെ പ്രീവിയസ് ഇയർ +2 ഫൈനൽ എക്സാമിന്റെ എനിക്ക് തോന്നുന്നത് 2018 ആണെന്ന് തോന്നുന്നു. 19 നമ്മൾ ആൻസർ ചെയ്യാൻ നേരത്തെ ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ NCERT ടെസ്റ്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ബാഗിലില്ലേ, ടെസ്റ്റിന്റെ പുറകിൽ, പാഠത്തിന്റെ പുറകിൽ. ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാ. ഒരു സെക്കൻഡ് എടുത്തപ്പോ അവൻ ഇപ്പൊ 10 മീറ്റർ ദൂരത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഒറിജിൻ ഇതാ കേട്ടോ, 0x ഒറിജിൻ ഇതാ. അവനിപ്പോ നിൽക്കുന്നത് ഇവിടെ. എവിടെ? ഇവിടെ 5 മീറ്റർ അകലെ. ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെ നിൽക്കുന്നത്. സമയം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കാലചക്രം മുമ്പോട്ട് ഉരുണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ്, 5 ദിവസം കഴിഞ്ഞു. അവൻ അവിടെ തന്നെ 10-ൽ തന്നെ. 10 അല്ല എഴുതിയിരിക്കുന്നത്, 10 മീറ്റർ തന്നെ. നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ പറയാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇവന്റെ വെലോസിറ്റി എത്രയാണ്? എന്ത് കണ്ണുപൊട്ടണം മനസ്സിലാകും. ഞാനിവിടെ എത്ര സമയം കഴിയുമ്പോഴും അവൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, 10 മീറ്റർ തന്നെയാണ് നിൽക്കുന്നത്. അതങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. ഏത് സമയം എടുത്താലും, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 1 ദിവസം, 2 ദിവസം, 3 ദിവസം എടുത്താലും അവൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 10 മീറ്റർ. ഒറിജിനിൽ നിന്ന് 10 മീറ്റർ അവിടെ തന്നെ നിൽക്കുന്നത്. അനങ്ങുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി എത്രയാ? 0. അങ്ങനെ ലോജിക്ക് വെച്ച് പറയാം. അതല്ല എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ്, ടാൻ തീറ്റയാണ് വെലോസിറ്റി. ഒരു സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, അതിന്റെ ടാൻ തീറ്റ 0. ഈ ലൈൻ ഇവിടെയാണ്, ആംഗിൾ എത്രയാ? 0. ഇച്ചിരിയെങ്കിലും ചെറിയാലല്ലേ ഇവിടെ ആംഗിൾ ഉള്ളൂ. ടാൻ 0 ആണ്, 0. അപ്പൊ ഈ ബോഡിന്റെ വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അനങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് എക്സാമ്പിൾ ഫോർ ബോഡി വിത്ത് 0 വെലോസിറ്റി. അല്ലെങ്കിൽ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് 0 വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം വെലോസിറ്റി ഉണ്ട്. 5 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ഓരോ സെക്കൻഡ് 5 മീറ്റർ വെച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഗ്രാഫാണ് ഇത്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് വേരിയബിൾസ് വെലോസിറ്റി എന്നതായിരിക്കും. ഇങ്ങനെയായിരിക്കും. ടൈം, ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരുന്നു. അപ്പം കൂടുതൽ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു, വേറൊരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു. ചിലപ്പോൾ സ്പീഡ് കൂടാം, ചിലപ്പോൾ സ്പീഡ് കുറയും. നമ്മൾ ഈ പാഠഭാഗങ്ങൾ ഒരിക്കലും സ്പീഡ് കൂടി കുറഞ്ഞു അങ്ങനത്തെ മോഷൊന്നും പഠിക്കുന്നില്ല. പഠിക്കുന്നതെന്നറിയോ? ഒന്നുകിൽ സ്പീഡ് കൂടി പോകണം, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരണം. അതിന് 2 ഗ്രാഫാണിത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കി, ബോഡി മൂവ്മെന്റ് യൂണിഫോം വെലോസിറ്റിയും 0 വെലോസിറ്റിയും പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഈ 2 ഗ്രാഫ്. ഈ 2 ഗ്രാഫാണ് ഇച്ചിരി പാട് ശ്രദ്ധിച്ചോണം ഇരിക്കാനായിട്ട്. ഈ 2 ഗ്രാഫ് നോക്കി, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഒരു ഗ്രാഫ് ഇതാ ഇങ്ങനെ, വേറൊരു ഗ്രാഫ് ഇതാ ഇങ്ങനെ. വെലോസിറ്റി ഉണ്ടാവും, വെലോസിറ്റി ഉണ്ട്. കാരണം ഓരോ സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ വെവ്വേറെയാണ്, 2 ഗ്രാഫിലും വെവ്വേറെയാണ്. ഇനി സ്പീഡ് കൂടുവാണോ കുറയുവാണോ അത് നമുക്ക് നോക്കാം. നമുക്കറിയാം സ്ലോപ്പാണ്. പൊസിഷൻ ടൈം ഗ്രാഫിലെ സ്ലോപ്പ് ടാൻ തീറ്റ ആണ് എന്ത്? വെലോസിറ്റി. ഞാനിത് ഈ വീഡിയോക്കകത്ത് മിനിമം ഒരു 15 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. സ്ലോപ്പ് ടാൻ തീറ്റ, സ്ലോപ്പിനെ പറഞ്ഞ വേറൊരു പേര് ടാൻ തീറ്റ.
പൊസിഷൻ ടൈം ഗ്രാഫിൽ വെലോസിറ്റി എന്ന് ഞാൻ 15 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാലും തെറ്റിക്കും നിങ്ങൾ. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് എന്നാണ്. അത് ചോദിക്കാത്ത ഒന്നുകിൽ ഓണം, അല്ലെങ്കിൽ ക്രിസ്മസ്, അല്ലെങ്കിൽ ഫൈനൽ എക്സാം. അത് ചോദിക്കുന്നുണ്ടാവും, ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ടാവും. ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയോ, അപ്പൊ സ്ലോപ്പാണ് എസ് ടി ഗ്രാഫിലെ സ്ലോപ്പാണ് വെലോസിറ്റി. പിന്നെ പഠിച്ചു 16ാമത്തെ പ്രാവശ്യം. നമുക്ക് ഇവിടുത്തെ വെലോസിറ്റിയും ഇവിടുത്തെ വെലോസിറ്റിയും ഇവിടുത്തെ വെലോസിറ്റിയും കമ്പയർ ചെയ്യാം. കൂടുവാണെങ്കിൽ വെലോസിറ്റി കൂടുന്ന ഗ്രാഫാണ്. ഇവിടുത്തെ ഗ്രാഫ് ഇവിടുത്തെ ഗ്രാഫ് ഇവിടുത്തെ ഗ്രാഫ് ഗ്രാഫ് അല്ല സ്ലോപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എന്ന വെലോസിറ്റി കുറയുന്നതാണ്, തിരിച്ചാണെങ്കിൽ കൂടുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്ലോപ്പ് കൂടുന്ന എങ്ങനെയാ കുറയുന്ന എങ്ങനെയാ നോക്കണ്ടേ. അപ്പൊ രണ്ട് ലൈൻ ഉണ്ട്, ഇതും എയും ബിയും. എന്റെ സ്ലോപ്പ് ആണോ ബിന്റെ സ്ലോപ്പ് ആണോ കൂടുതൽ? അത് നമ്മൾ കുറച്ച് 30ന്റെ 60ന്റെ കണക്ക് എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു. ഇത് 30 ഡിഗ്രിയും ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പോൾ ഇങ്ങോട്ട് വരുന്തോറും ഗ്രാഫിന്റെ ലൈനിന്റെ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കും. അത് ശരി, നമുക്ക് നോക്കാം. ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റിലെ സ്ലോപ്പ് എങ്ങനെയാ? ഈ പോയിന്റ് സ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു കർവിന്റെ സ്ലോപ്പ് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യും? ടാൻജന്റ് വരയ്ക്കും. ഈ ടാൻജന്റ് വരച്ചു, ഇവന്റെ സ്ലോപ്പ് ഇങ്ങനെ. ഓക്കെ, നൈസ്. അടുത്ത ഈ പോയിന്റ്, ഇവന്റെയോ? ഇവന്റെ ദാ ഇങ്ങനെ. ഇവന്റെ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഇവന്റെ ഇങ്ങനെയായിരുന്നു. ഇവന്റെയോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇവിടുത്തെ ലൈൻ എങ്ങനെയാ പോകുന്നത്? സ്ലോപ്പ് എങ്ങനെയാ പോണേ? കൂടി കൂടി. അപ്പൊ ഇതെന്നതാ? വെലോസിറ്റി ഇൻക്രീസസ്. എന്താ? വെലോസിറ്റി ഇൻക്രീസസ്. ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇവിടെ എങ്ങനെയാ? സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഇത് വെലോസിറ്റി ഡിക്രീസസ്. അപ്പൊ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസസ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഡിക്രീസസ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഗ്രാഫ് ഉണ്ട്, കിട്ടുക്കാച്ചി ഗ്രാഫ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് പരീക്ഷയ്ക്ക്? എൻട്രൻസ് പരീക്ഷയ്ക്ക്. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ ഗ്രാഫ് കണ്ട അപ്പോൾ തന്നെ മനസ്സിലാക്കാനും അത് എഴുതാനും വെലോസിറ്റി കൂടുകയാണോ കുറയാണോ ഷോർട്ട് കട്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ഗ്രാഫ് പ്രത്യേകം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ഈ ഇത്രയും ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ വലിയ ഡയലോഗായിട്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുന്ന പോലെ വലിയ ഡയലോഗ് ഒന്നും എഴുതുന്നില്ല. കാര്യം പറയുന്നു, കണക്ക് ചെയ്യുന്നു. വളരെ സിമ്പിൾ കണക്കാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ എക്സാം പോയിന്റ്, എക്സാം യൂണിവേഴ്സിറ്റി ടെസ്റ്റ്, NCERT ടെസ്റ്റ് അതൊക്കെ നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. കൺസെപ്റ്റ് മാത്രം നമുക്ക് ക്ലിയർ ആക്കാം. ഇവിടെ നോക്കൂ, ഒരു ബോയ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ല, മാറിപ്പോയല്ലോ. ഈസ്റ്റ്, വെസ്റ്റ്, NEWS ഇങ്ങനെയാണല്ലേ. ഓ, ഞാൻ ഇന്നലെ നിങ്ങളുടെ ഇത് ഗ്രാഫിലെങ്ങാണ്ട് വേറെ ഫിഗറിനാണ്ട് വരച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിലാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഒരു ബോയ് 15 മീറ്റർ ഇങ്ങോട്ട് പോയി. 15 മീറ്റർ. ആ ബോയ് തിരിച്ച് 15 വേണ്ട, 25 ഇരിക്കട്ടെ. തിരിച്ച് അവൻ വെസ്റ്റ് വശത്തേക്ക് നടന്നു. തിരിച്ചവൻ അപ്പൊ ആദ്യം ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 25 മീറ്റർ നടന്നു. പിന്നെ അവൻ വെസ്റ്റ് ഭാഗത്തേക്ക് 15 മീറ്റർ നടന്നു. എത്രയാ? 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അവന്റെ ഡിസ്റ്റൻസ് ട്രാവൽ, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി 4 ക്വസ്റ്റ്യൻ വെച്ചേക്കും. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 25ഉം 15ഉം. പറയാൻ ഒരു കാര്യം മറന്നുപോയി. ഇവിടെ നിന്ന് 25ാമത്തെ പോയിന്റിൽ എത്തിയത് 5 മിനിറ്റ് കൊണ്ടാണ്. തിരിച്ചവൻ ഇങ്ങോട്ട് വന്നത് 2 മിനിറ്റ് കൊണ്ടാണ്. 2 മിനിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് എടുക്കാം. അതാണ് എളുപ്പം.
3 മിനിറ്റ്. ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? 25ഉം 15ഉം 40. Another question, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് 15 മിനിറ്റ് അല്ലല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആവും 15 മീറ്റർ പോയി എന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ മതി 25. 25 നിന്ന് 15 പോയി എത്രയാ? 10 മീറ്റർ. ഓക്കെ. ഇനി സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? 25ഉം 15ഉം 40 ഡിവൈഡ് ബൈ ടൈം എത്രയാ? ഇവിടെ നിന്ന് ഇവിടെ ഒരു 5 3ഉം 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ മിനിറ്റ്. ഇവിടെ നമ്മൾ എന്നാ എടുത്തേക്കുന്നത്? മിനിറ്റ് എടുത്തേക്കുന്നത്. മിനിറ്റ് നിങ്ങൾ എന്താക്കണം? സെക്കൻഡ് ആക്കി ചെയ്യണം. കറക്റ്റ് ആൻസർ ഇതാണ് നേരത്തെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്നതാ 10 മിനിറ്റ്. ടൈം എത്രയാ? ഇവിടെ എടുത്തേക്കുന്നത് എത്രയാ? 8 മിനിറ്റ്. അപ്പോൾ 10/8 5/4 മീറ്റർ പെർ മിനിറ്റ്. 5/4 എത്രയാ? അതല്ല 1.25. അല്ലെങ്കിൽ അത്. അപ്പോൾ 5/4 മീറ്റർ പെർ മിനിറ്റ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവലിനും സ്പീഡും വെലോസിറ്റിയും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, കാര്യം പറയാം, എഴുതിയെടുത്തോ. A man travels 2 kilometers to east in 2 hours. 4 kilometers to north in 3 hours. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ്, ഇതേ ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്പീഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വെലോസിറ്റി. ഓക്കെ, നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. കിലോമീറ്റർ ഈസ്റ്റ് 2 കിലോമീറ്റർ. എത്ര നേരം കൊണ്ട്? 2 മണിക്കൂർ കൊണ്ട്. പിന്നെ ആ പുള്ളിക്കാരൻ 4 കിലോമീറ്റർ നോർത്തിലേക്കാണ് പോയത്. ഇവിടുന്ന് അയാൾ നേരെ നോർത്തിലേക്ക് 4 കിലോമീറ്റർ പോയി. ഇത് എത്രയാ? 4 കിലോമീറ്റർ. ഇത് എത്ര നേരം എടുത്ത്? 3 മണിക്കൂർ. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 2 പിന്നെ 4, 4 2 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് ഇത്, ഫൈനൽ പോയിന്റ് അത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഈ ദൂരം അല്ലേ? കുഴപ്പമില്ല, റെക്ടാങ്കിൾ ട്രയാങ്കിൾ അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാ? 2 കിലോമീറ്റർ അല്ലേ? ഇത് 2 കിലോമീറ്റർ 4 കിലോമീറ്റർ. അപ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. റൂട്ട് ഓഫ് 16 4 20. റൂട്ട് ഓഫ് 20. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. 6 കിലോമീറ്റർ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. 2 3 5 അവർ. അപ്പോൾ 6/5 കിലോമീറ്റർ പെർ അവർ. നിങ്ങൾ കിലോമീറ്റർ പെർ അവറിനെ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഇനി എന്ത് ചെയ്യണം? 6/5 ഇൻറ്റു 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6/18 കിട്ടും ആൻസർ അല്ലേ? അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. റൂട്ട് ഓഫ് 20 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ സെയിം ആണ്, 5 മണിക്കൂർ. 5. അപ്പൊ എന്ത് വരും? റൂട്ട് 20 എങ്ങനെയാ? 5 ഇൻറ്റു 4 2√5. 2√5 ഡിവൈഡ് ബൈ 5. 2/√5 കിലോമീറ്റർ പെർ അവർ. അതിനെന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം.
ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവലൊക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കോ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ എഴുതിക്കോ. If a particle travels with a speed v1 for a time interval t1 and with a speed v2 for a time interval t2, then average velocity same question. Start the question. If a particle covers with one, ഒരു പണിയാ. ആദ്യം നമുക്ക് ആദ്യത്തെ കണക്കി എത്ര ആവറേജ് വെലോസിറ്റി പറയുന്നത് 1 ഡയമെൻഷണൽ മോഷൻ അല്ലേ. അതിൽ ഭൂരിഭാഗം നമ്മൾ മുമ്പോട്ട് പോകുന്ന കണക്കാണെങ്കിൽ ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡ് ഒക്കെ ഏകദേശം ഒരുപോലെ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ അവിടെ ആവറേജ് സ്പീഡ് എന്നാണ് ആവറേജ് വെലോസിറ്റി എന്നാണ് എടുത്തത്. നമ്മൾ ആവറേജ് വെലോസിറ്റി എടുത്തേക്കുന്നല്ലേ. ഇതിൽ നിങ്ങൾ ആവറേജ് സ്പീഡ് എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നാ ആവറേജ് സ്പീഡാണ്. നിങ്ങൾ വിചാരിക്കേണ്ട v1 വെലോസിറ്റിയിൽ കുറച്ചാണ് v1 സ്പീഡിൽ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചാണോ വന്നേ എന്നൊന്നും ആലോചിക്കണ്ട. പറഞ്ഞതൊക്കെ മുമ്പോട്ട് പോയ കണക്കാണ് പറയുന്നത് കേട്ടോ. നോക്കിയോ, ഒരു ബോഡി നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിരുന്നത് v1 വെലോസിറ്റി t1ലും v2 t2ലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരു ബോഡി ഉണ്ട് ഇവിടെ. ഈ ബോഡി v1 സ്പീഡിൽ t1 സമയത്തിൽ കുറച്ച് ദൂരം, പിന്നെ v2 സ്പീഡിൽ t2 സമയം കൊണ്ട് കുറച്ച് ദൂരം ഇവിടെ വരെ. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ത് കാണും? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ, നമുക്കൊരു ഇക്വേഷൻ എടുത്തുള്ളൂ, ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാ? ഇവിടെ നിന്ന് ഇവിടം വരെ പോയ ദൂരം അതെങ്ങനെ കാണും? ഇങ്ങോട്ട് നോക്കിയ മക്കളെ, ഒരു ബോഡി ഇവിടെ നിന്ന് ഇവിടം വരെ എസ് ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അതിനെടുത്ത സമയം ടി ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇത് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്ക്വയറോ റെക്ടാങ്കിളോ റെഡിങ്കിലോ ബ്ലൂയിങ്കിലോ ഒക്കെ വരച്ച് വെച്ചു. ചുമ്മാ ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ നിന്ന് ഇവിടം വരെ, ഇവിടെ നിന്ന് ഇവിടം വരെ, ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് കിട്ടും? വെലോസിറ്റി ഇൻറ്റു ടൈം. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ടൈം അല്ലേ. ഇവിടുത്തെ v1 ഇവിടുത്തെ t1 v1 ഇൻറ്റു t1 ഇത്രയും ദൂരം കിട്ടി, പ്ലസ് ഇത്രയും ദൂരം വേണ്ട, ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ട. ഇവിടെ എന്നാ വരും? v2 ഇൻറ്റു t2 ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ നിന്ന് ഇവിടം വരെ t1, ഇവിടെ നിന്ന് ഇവിടം വരെയോ t2. ആൻസർ എന്ത് വന്നു? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 t1 പ്ലസ് v1 t1 പ്ലസ് v2 t2 ഡിവൈഡ് ബൈ t1 പ്ലസ് t2. ഇനി ഇവിടെ നിന്ന് വരാവുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനിലാണ്. ഒരു ബോഡി ടി സമയം കൊണ്ട് അവൻ v1 സ്പീഡിലും അടുത്ത ടി സമയം അവൻ v2 സ്പീഡിലും ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണ്. രണ്ട് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അവൻ രണ്ട് സ്പീഡിൽ അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ്? അതായത് ഇവിടുത്തെ t1ഉം t2ഉം ഇവിടുത്തെ t1ഉം t2ഉം ഒരേ വാല്യൂ ആയിരുന്നെങ്കിൽ, ടി വാല്യൂ ആയിരുന്നെങ്കിൽ എന്നാ വരും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു v1 ഇൻറ്റു ടി പ്ലസ്
V2 into T divided by T1 plus T2. T1 T2 ഒക്കെ ഒരേ T തന്നെ. അപ്പോൾ T plus T എന്നാ വരും 2T. ഇവിടെ എഴുതാം T plus T. ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ രണ്ടിൽ ഇവിടെ T കോമൺ ഇല്ലേ, ബാക്കി ആരാ ഉള്ളത് V1 plus V2. അടിയിൽ ആരുണ്ട് 2 times T. ടീം വെട്ടിപ്പോയി. അപ്പം എന്നാ വന്നു V1 plus V2 divided by 2. ആവറേജ് വെലോസിറ്റി ഇത് നമുക്ക് അറിയാം. ആവറേജ് കാണുന്നത് എങ്ങനെയാണ് V1 plus V2 by 2. ഇപ്പം നമ്മുടെ +1 പരീക്ഷ കഴിഞ്ഞു. 6 വിഷയങ്ങളുണ്ട്. 6ൻ്റെയും നിങ്ങൾക്ക് എത്ര ശരാശരി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എല്ലാം കൂടി കൂട്ടും. 6ൻ്റെ മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഇവിടെ നമ്മൾ എന്ത് 2 സ്പീഡാണ് ഉള്ളത്, രണ്ടും കൂടി കൂട്ടി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എപ്പോ 2 ടൈം ഇന്റർവെല്ലും ഈക്വൽ ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര സമയമാണോ അതേ സമയത്തെടുത്ത വെലോസിറ്റി 2 വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത് V1 plus V2 by 2. ഇത് നിങ്ങളുടെ മൂന്നാമത് അതേ ടൈം ഇന്റർവെല്ലിൽ മൂന്നാമത് വേറൊരു സ്പീഡിലാണ് പോയെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് V1 plus V2 plus V3 by 3 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ആവറേജ് കാണാൻ നേരത്ത് V1 plus V2 divided by 2 അല്ല എടുത്തേക്കുന്നത്. കണ്ടോ, V1 T1 plus V2 T2 divided by T1 plus T2 എന്നാണ് എടുത്തേക്കുന്നത് ആവറേജ്. എല്ലാ ആവറേജും നമ്മുടെ മൊത്തം കൂടി ഡിവൈഡ് ബൈ എണ്ണം കൊണ്ട് ഹരിക്കില്ല അല്ലാന്ന് പറഞ്ഞു വന്നേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോട് ചെയ്തു അല്ലേ, T1 T2 ഈക്വൽ. ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇഫ് എ പാർട്ടിക്കിൾ കവേഴ്സ് എ ഡിസ്റ്റൻസ് S1 with a speed v1 and s2 with a speed v2, then average velocity. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ് ചോദിച്ചത്. ഇവിടെ നോക്കിയാൽ മക്കളെ ചോദിച്ചേക്കുന്നത് ഒരു ബോഡി ഉണ്ട്. ഈ ബോഡി അവന്റെ S1 ഡിസ്റ്റൻസ് V1 വെലോസിറ്റിയിലും പിന്നെയുള്ള S2 ഡിസ്റ്റൻസ് V2 വെലോസിറ്റിയിലും അതിൽ ഏതാ വലുത് ഏതാ ചെറുതൊന്നും കരുതില്ല, ഞാൻ ചുമ്മാ എടുത്തേ ഉള്ളൂ. രണ്ട് വ്യത്യസ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഇതാണ് കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ചേക്കുന്നത് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്. അറിയാവുന്ന ഇക്വേഷൻ total distance traveled divided by total time taken. Total distance traveled ഏതൊക്കെയാണ് S1 plus S2. total time taken എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ വിചാരിക്കുകയാണ് ഇത് T1 ഉം ഇത് T2 T1 plus T2. അപ്പോൾ S1 plus S2 divided by T1. T1 എങ്ങനെ കാണും? നമുക്കറിയാം വെലോസിറ്റിയുടെ ടൈം എന്നതാ ഡിസ്പ്ലേസ്മെന്റ്. S1 is equal to velocity into time. V1 into T1. അങ്ങനെ T1 എന്നാ വരും T1 ഇവിടെ equal to S1 divided by V1. അപ്പോൾ S1 divided by V1. T2 എന്നാ വരും S2 divided by V2. അതേപോലെ അപ്പോൾ V average is equal to S1 plus S2 divided by S1 by V1 plus S2 by V2. ഇത്രേ ഉള്ളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ അത് സ്പെഷ്യൽ കേസ് ചോദിച്ചേക്കാണ്. S1 is equal to S2 is equal to same. അത് സെയിം ഡിസ്റ്റൻസ് വെവ്വേറെ വെലോസിറ്റി ആണെങ്കിൽ, അതായത് പകുതി ഡിസ്റ്റൻസ് V1ലും പകുതി ഡിസ്റ്റൻസ് V2ലും ആണെങ്കിൽ എന്തായിരിക്കും? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ പെട്ടെന്ന് തന്നെ വിചാരിക്കാം V1 plus V2 by 2, കാരണം പകുതി അല്ലേ. പക്ഷെ ആൻസർ അതല്ല കേട്ടോ, ശ്രദ്ധിച്ചു എന്നാ വരുന്നതെന്ന്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. If S1 is equal to S2 is equal to S ആണെങ്കിൽ എന്നാ സംഭവിക്കുന്നത് നോക്കി. V average is equal to S1 ഉം S2 നും നമുക്ക് S എന്നുള്ള പേര് കൊടുക്കാം. S plus S divided by S by
v1 പ്ലസ് എസ് ബൈ v2. എസ് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 2s എഴുതാം. 2s. ഇവിടെയോ എസ് പുറത്തേക്ക് എടുത്തേ, എന്നാ വരും? 1 ബൈ v1 പ്ലസ് 1 ബൈ v2. എസും എസും വെട്ടിപ്പോയി. 2 ഡിവൈഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇവിടെ തന്നെ എഴുതുവാണേ. v2 പ്ലസ് v1 ഡിവൈഡഡ് ബൈ v1 ഇൻറ്റു v2. അടിയിലെ v1 v2 മുകളിൽ പോകും. അപ്പോൾ മുകളിൽ ആരുണ്ട്? ഓൾറെഡി 2 ഉണ്ട്. 2 v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. This is very very important. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ്, രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോഷന്റെ പകുതി ദൂരം v1ലും പകുതി ദൂരം v2ലുമാണ് പോകുന്നെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ v1 പ്ലസ് v2 ഡിവൈഡ് ബൈ 2 അല്ല, പകരം എന്നതാ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഇതിന്റെ സാമ്പിൾ പ്രോബ്ലം വേണോ? Here you go. A car covers first half of the distance between two places at a speed of 80 km/h. ഒരു മോഷന്റെ ഫസ്റ്റ് ഹാഫ് 80 km/h and the second half at 60 km/h. Second half 60 km/h ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ? പെട്ടെന്ന് വിചാരിക്കുക 80ന്റെ 60ന്റെ ആവറേജ് എത്രയാണ്? 80 പ്ലസ് 60 140 ഡിവൈഡ് ബൈ 2 70 അല്ലേ എന്ന്. ആണോ? അല്ല. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് v1 v2 തന്നിട്ടുമുണ്ട്, സമയം തന്നിട്ടില്ല. അപ്പം അതിന് ആവശ്യമില്ല ആവറേജ് വെലോസിറ്റി കാണാനായിട്ട്, ആവറേജ് സ്പീഡ് കാണാനായിട്ട്. 2 ടൈംസ് v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ്. 2 ടൈംസ് 80 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 80 പ്ലസ് 60. 2 ടൈംസ് 80 ഇൻറ്റു 60 ഞാൻ അങ്ങനെ തന്നെ എഴുതി, അടിയിൽ ഞാൻ കൂട്ടി എഴുതി. ടിഷ്യൂ 14 7 80 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 7 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ മാൻ, ഒരു മനുഷ്യൻ എ തൊട്ട് ബി വരെ v1 വെലോസിറ്റിയിലും t1 സമയത്തിലും, കേട്ടോ? അല്ലെങ്കിൽ വേണ്ട, സമയം തന്നിട്ടില്ല എന്ന് വിചാരിച്ചു. ബി തൊട്ട് എ വരെ, ബി തൊട്ട് എ വരെ v2 വെലോസിറ്റിയിലും പോയി. അങ്ങനെയാണ് എങ്കിൽ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, ആവറേജ് സ്പീഡ് കേട്ടോ, ആവറേജ് വെലോസിറ്റി. രണ്ട് കാര്യം ഇപ്പൊ തന്നെ എഴുതാം. ഏതൊക്കെയാ? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂര വ്യത്യാസം, ഡിസ്റ്റൻസുകളുടെ വ്യത്യാസം. അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരു സ്ഥലത്ത് തന്നെ, പോയിട്ട് തിരിച്ചു വന്നല്ലേ, 0 ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്ക്, അതും 0 ആണ്. ഡിസ്റ്റൻസോ, ഇവിടെ നിങ്ങളുടേക്കുള്ള ഡിസ്റ്റൻസ് എസ് എടുത്തോ. അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് എസ് ഇസ് ഈക്വൽ ടു 2s. ഓക്കെ. ആവറേജ് സ്പീഡോ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു, കണ്ടുപിടിക്കണം, എസ് പ്ലസ് എസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കണം അല്ലേ? എസ് പ്ലസ് എസ് ഡിവൈഡ് ബൈ t1 പ്ലസ് t2. വെലോസിറ്റി വേറെ ആയതുകൊണ്ടേ ടൈമും വേറെ ആണെന്ന് ഉറപ്പായിരിക്കും. അപ്പൊ എസ് പ്ലസ് എസ് അവിടെ കിടന്നാല് 2s ആയി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. t1 എത്രയാ?
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സമയം എനിക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പൊ T1 എന്നാ കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. അപ്പൊ ഇത് S ബൈ V1. T2 എന്താ കിട്ടും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മോഷൻ S ബൈ T2. ഇത് കുറച്ചുകൂടെ സെയിം ആയിട്ട് വന്നല്ലോ, ഇത് കുഴപ്പമില്ല, അത് തന്നെയാണ് ആൻസർ. 2S ഡിവൈഡ് ബൈ എസ് എസും പുറത്തേക്ക് എടുത്താൽ എസ് ആയി, ബാക്കി 1/V1 പ്ലസ് 1/V2. എസും എസും വെട്ടി പോയി, 2 ടൈംസ് താഴെ എന്തുണ്ട്? 1/V1 പ്ലസ് 1/V2, V2 പ്ലസ് V1 ഡിവൈഡ് ബൈ V1 ഇൻറ്റു V2. 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. കുറച്ച് മുമ്പ് അതേ ആൻസർ തന്നെ. എന്ത് ആൻസർ ആയിരുന്നു? കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതി ഭാഗം ഒരു വെലോസിറ്റിയിലും ബാക്കി പകുതി ഭാഗം വേറെ വെലോസിറ്റിയിലും. ഇതും ഏകദേശം അങ്ങനെ തന്നെയല്ലേ? പിന്നെ മൊത്തം മോഷൻ എന്താ? ഞാൻ ഇവനത് മടക്കി എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. അപ്പൊ ശരിയല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെ, ഇവിടെ നിന്ന് ഇവിടം വരെ, അത്രയേ ഉള്ളൂ. സ്പീഡാണ്, ഡയറക്ഷൻ ഇനി ബാക്കിയും കാര്യമില്ല. ഡിസ്റ്റൻസ് ട്രാവൽ എടുത്താൽ മതി. അപ്പോൾ പകുതി ദൂരം ഒരു വെലോസിറ്റിയിലും പകുതി ദൂരം വേറെ വെലോസിറ്റിയിലും ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. അപ്പം നമ്മുടെ സ്പീഡും വെലോസിറ്റിയും അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ല, വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചില്ലല്ലോ അല്ലേ? സംശയം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, നമ്മൾ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്നാ പഠിച്ചു? സ്പീഡും വെലോസിറ്റിയും പഠിച്ചു. സ്പീഡും വെലോസിറ്റിയും പഠിച്ചപ്പോഴാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിക്കുന്നത്. അപ്പം നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എപ്പോൾ പഠിക്കുന്ന അറിയോ? നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ. എന്ത് പഠിക്കുമ്പോൾ? ആക്സിലറേഷൻ പഠിക്കുമ്പോൾ. ഓർക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്തത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്. അവന്റെ പേരാണ് ആക്സിലറേഷൻ. അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് നോക്കി പഠിച്ച് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ടെസ്റ്റ് നോക്കി പഠിച്ചോളാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്സിലറേഷൻ എടുക്കാം.